നിങ്ങൾക്കറിയാമോ, മനുഷ്യ ചരിത്രത്തെ നയിച്ചത് എപ്പോഴും അറിവിലേക്കുള്ള ആകാംക്ഷയായിരുന്നു. ഒരു വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ അതിനുള്ളിൽ എന്തായിരിക്കുമെന്ന ചിന്ത നമ്മെ ഭ്രാന്തമായി അങ്ങനെ പിന്തുടരും. താഴിട്ട് പൂട്ടിയ ഒരു കവാടം അത് വെറുമൊരു പ്രവേശന മാർഗം മാത്രമല്ല, മറഞ്ഞു കിടക്കുന്ന ചരിത്രത്തിൻ്റെ, അവിശ്വസനീയമായ സമ്പത്തിൻ്റെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ പ്രതീകമാണ്. ലോകമെമ്പാടും നൂറ്റാണ്ടുകളായി ആർക്കും പ്രവേശനം ലഭിക്കാത്ത 5 വാതിലുകളുണ്ട്. അവ പുരാണങ്ങളുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും അതിർവരമ്പിൽ അങ്ങനെ നിൽക്കുന്നു. ഇവയെക്കുറിച്ച് അറിയുമ്പോൾ ഓരോ അടഞ്ഞ വാതിലും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ അങ്ങനെ ഉയർന്നു നിൽക്കും. എന്തുകൊണ്ടാണ് ഈ വാതിലുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെ ഇരിക്കുന്നത്? ചിലത് അധികാരത്തിൻ്റെ കടുംപിടുത്തത്തിൽ, ചിലത് പുരാതന ശാപങ്ങളെക്കുറിച്ചിട്ടുള്ള ഭയം കാരണം, മറ്റു ചിലത് അജ്ഞാതമായ ഒരറയെക്കുറിച്ചിട്ടുള്ള വിസ്മയം നിമിത്തം. ഈ വാതിലുകൾ സംരക്ഷിക്കപ്പെടുന്നതിന് പിന്നിലെ രാഷ്ട്രീയം, വിശ്വാസം, ചരിത്രം, പുരാവസ്തുശാസ്ത്രം എന്നിവയെല്ലാം ഉൾപ്പെടെ ഈ 5 നിഗൂഢ കവാടങ്ങൾക്കുള്ളിലെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. നമ്മുടെ പട്ടികയിലെ ആദ്യത്തെ വാതിൽ വത്തിക്കാനിലെ രഹസ്യ ആർക്കൈവ്സിലെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഭാഗത്തേക്കുള്ളതാണ്. ലോക കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ ആയിരക്കണക്കിന് വർഷത്തെ മനുഷ്യ ചരിത്രത്തെയും ക്രിസ്തീയ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ പോപ്പ് പോൾ 5 സ്ഥാപിച്ചതാണ് വത്തിക്കാൻ രഹസ്യ ആർക്കൈവ്. ഇതിൽ 85 കിലോമീറ്ററിലധികം നീളത്തിൽ ഷെൽഫുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് കണക്ക്. 1-ാം നൂറ്റാണ്ട് മുതലുള്ള നിർണായക രേഖകൾ, പോപ്പുമാരുടെ കത്തുകൾ, രാജകീയ ഉത്തരവുകൾ, കോടതി രേഖകൾ, ചരിത്രപരമായ കത്തിടപാടുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മൈക്കിൾ ആഞ്ചലോയുടെ കത്തുകൾ, ഹെൻറി 8-ന്റെ വിവാഹം അസാധുവാക്കാനുള്ള അപേക്ഷ, ഗലീലിയോയുടെ വിചാരണാ രേഖകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. വത്തിക്കാൻ ആർക്കൈവിൻ്റെ ഭൂരിഭാഗം രേഖകളും യോഗ്യതയുള്ള പണ്ഡിതന്മാർക്കായി തുറന്നിട്ടിട്ടുണ്ടെങ്കിലും ആർക്കൈവിൻ്റെ ഏറ്റവും പഴക്കമുള്ളതും സുരക്ഷിതമുള്ളതുമായ ഒരു ഭാഗത്തേക്കുള്ള വാതിൽ അതീവ രഹസ്യമായി തുടരുന്നു. സാധാരണക്കാർക്ക് ദൃശ്യമാകാത്ത ഈ കട്ടിയുള്ള ഇരുമ്പ് വാതിൽ നയിക്കുന്നത് സഭയുടെ ഏറ്റവും നിർണായകമായ ചില രഹസ്യ രേഖകളിലേക്കാണ്. ഈ വാതിലുകൾക്കുള്ളിലെ രേഖകൾക്ക് സഭയുടെ നിലവിലെ നിലപാടുകളെയോ ലോക ചരിത്രത്തെ തന്നെയോ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇത് അധികാരത്തിൻ്റെ കടുംപിടുത്തമായി വിലയിരുത്തപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ, സഭാസ്ഥാപനത്തിൻ്റെ ആദ്യ നാളുകളിലെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ലോക ശക്തികളുമായുള്ള വത്തിക്കാൻ്റെ ഇരുണ്ട ഇടപാടുകൾ എന്നിവയെല്ലാം ഈ അറയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് സിദ്ധാന്തങ്ങൾ. മാറ്റം വരുത്തിയ പ്രവേശനം എന്ന നിലയിൽ 2019 പോപ്പ് ഫ്രാൻസിസ് ആർക്കൈവിൻ്റെ പേര് വത്തിക്കാൻ അപ്പോസ്തോലിക് ആർക്കൈവ് എന്ന് പുനർനാമകരണം ചെയ്ത് പൊതുസമൂഹത്തിന് മേൽ അതിന്മേലുള്ള ദുരൂഹത കുറയ്ക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും പ്രധാനപ്പെട്ട അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളതുമായ കവാടം മാർപ്പാപ്പയുടെ മുതിർന്ന കർദിനാന്മാരുൾപ്പെടെയും കീഴിൽ തന്നെ സുരക്ഷിതമായി തുടരുന്നു. ഈ ഉള്ളടക്കം സിദ്ധാന്തങ്ങളും യാഥാർത്ഥ്യവും സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള നഷ്ടപ്പെട്ട നഗരങ്ങളെക്കുറിച്ചിട്ടുള്ള ഭൂപടങ്ങൾ, അന്യഗ്രഹ ജീവികളെക്കുറിച്ചിട്ടുള്ള വത്തിക്കാൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തിലെ പ്രധാന വ്യക്തികളെക്കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തുടങ്ങി നിരവധി സിദ്ധാന്തങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കാലത്തിൻ്റെ ഒഴുക്കിൽ സഭ തങ്ങളുടെ വിശ്വാസപരമായ ആധികാരികത നിലനിർത്താൻ നടത്തിയ പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രതീകമായി കണക്കാക്കാം. അടുത്തത് താജ്മഹലിലെ അടച്ചുപൂട്ടിയ ബേസ്മെന്റ് വാതിലുകൾ. പ്രേമത്തിൻ്റെ പ്രതീകമായ താജ്മഹൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നാണ്. എന്നാൽ ഈ വെളുത്ത മാർബിൾ സൗധത്തിന് താഴെ ആർക്കും പ്രവേശനമില്ലാത്ത ഒരു രഹസ്യമുണ്ട്. അടച്ചുപൂട്ടിയ ബേസ്മെന്റ് അറകളിലേക്കുള്ള മാർബിൾ വാതിലുകൾ. താജ്മഹലിൻ്റെ പ്രധാന ശവകുടീരത്തിൻ്റെ തറനിരപ്പിന് താഴെയായി 22ഓളം അടച്ചുപൂട്ടിയ മുറികളുണ്ട്. ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേ ഈ അറകളിലേക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവയെല്ലാം മാർബിൾ കൊണ്ടുള്ള കട്ടിയുള്ള വാതിലുകൾ ഉപയോഗിച്ച് അടച്ചിട്ടിരിക്കുകയാണ്. താജ്മഹലിൻ്റെ അടച്ചിട്ട വാതിലുകൾ സംബന്ധിച്ച് നിരവധി വിശദീകരണങ്ങളാണ് പൊതുസമൂഹത്തിൽ പ്രചാരത്തിലുള്ളത്. ഔദ്യോഗിക വിശദീകരണം ലളിതമാണ്. ഈ അറകൾ സ്ഥിതി ചെയ്യുന്നത് യമുനാ നദിക്കടുത്തായതുകൊണ്ട് ഈർപ്പവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും കൂടുതലായതിനാൽ ചുമരുകൾക്കും പെയിന്റിങ്ങുകൾക്കും നാശമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഔദ്യോഗിക വാദത്തേക്കാൾ ശക്തമായ സിദ്ധാന്തങ്ങളാണ് പൊതുസമൂഹത്തിൽ പ്രചരിക്കുന്നത്. തേജോ മഹാലയ സിദ്ധാന്തം ഇവയിൽ പ്രധാനമാണ്. പ്രശസ്തനായ ചരിത്രകാരൻ PN ഓക്ക് മുന്നോട്ട് വെച്ച വിവാദപരമായ ഈ സിദ്ധാന്തമനുസരിച്ച് താജ്മഹൽ യഥാർത്ഥത്തിൽ ഷാജഹാൻ നിർമ്മിച്ചതല്ല, മറിച്ച് തേജോ മഹാലയ എന്ന പുരാതന ശിവക്ഷേത്രമായിരുന്നു. അടച്ചിട്ട അറകളിൽ ഹിന്ദു വിഗ്രഹങ്ങളോ ക്ഷേത്ര വാസ്തുവിദ്യാ ഘടകങ്ങളോ അല്ലെങ്കിൽ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ലിഖിതങ്ങളോ ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്.
ഈ സിദ്ധാന്തത്തെ ശാസ്ത്രീയമായി തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വാതിലുകൾ തുറക്കാത്തത് ഈ ചരിത്ര സത്യം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. മറ്റൊരു സിദ്ധാന്തം ഷാജഹാന്റെ രഹസ്യ നിധിയെക്കുറിച്ചാണ്. അടച്ചിട്ട അറകളിൽ ഷാജഹാൻ തന്റെ പ്രിയ പത്നി മുംതാസ് മഹലിനായുള്ള വിലമതിക്കാനാവാത്ത നിധിശേഖരം ഒളിപ്പിച്ചു വെച്ചുവെന്നും അതെടുക്കാൻ ശ്രമിച്ചാൽ ഒരു ദുരന്തം സംഭവിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതുകൂടാതെ ഈ അറകൾ തുറക്കുന്നത് താജ്മഹാലിന്റെ മൊത്തത്തിലുള്ള ഘടനയ്ക്ക് ഭീഷണിയാകുമെന്നും അതിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയം ഉണ്ടാകുമെന്നും ചില എഞ്ചിനീയർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു വികാരപരമായ വിഷയം എന്ന നിലയിൽ താജ്മഹാലിന്റെ അടഞ്ഞ വാതിലുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രപരമായ സംവാദങ്ങളിൽ നിരന്തരം ഉയർന്നു വരുന്ന ഒരു വിഷയമാണ്. ഈ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നതിലൂടെ ഒരുപക്ഷെ ചരിത്രപരമായ സത്യങ്ങളെക്കാൾ സൗധത്തിന്റെ പവിത്രതയെയും നിർമ്മാണ രഹസ്യങ്ങളെയും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മൂന്നാമതായി ഗ്രേറ്റ് സ്ഫിൻക്സിന്റെ മറക്കപ്പെട്ട വാതിൽ. ഈജിപ്തിലെ ഗിസ പീഠഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ഗ്രേറ്റ് സ്ഫിൻക്സ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ പ്രതിമകളിലൊന്നാണ്. ഒരു സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ ശിരസുമുള്ള ഈ പ്രതിമ ആയിരക്കണക്കിന് വർഷങ്ങളായി മരുഭൂമിയിൽ ഇരുന്ന് നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് സ്ഫിൻക്സിന്റെ പിന്നിലുള്ള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അടഞ്ഞ വാതിലാണ്. പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഈ വാതിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. ആധുനികമായ റഡാർ ഉപയോഗിച്ച് ഭൂമിക്കടിയിലുള്ള ചിത്രീകരണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ ഈ വാതിലുകൾ ഒരു അജ്ഞാത അറയിലേക്ക് നയിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. ഈ അടഞ്ഞ വാതിലിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും ശക്തമായ സിദ്ധാന്തം റെക്കോർഡുകളുടെ ഹോൾ എന്ന ആശയമാണ്. 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ഉറങ്ങുന്ന പ്രവാചകൻ എന്നറിയപ്പെടുന്ന എഡ്ഗർ കെയ്സ് പുരാതന അറ്റ്ലാന്റിലെ ജനതയുടെ എല്ലാ അറിവുകളും രേഖകളും സ്ഫിൻക്സിന് താഴെയുള്ള ഒരു രഹസ്യ അറയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രവചിച്ചിരുന്നു. ഈ വാതിലാണ് ആ ഹാളിന്റെ പ്രവേശന കവാടമായി കണക്കാക്കുന്നത്. ഈ അജ്ഞാത അറയുടെ ഉള്ളടക്കത്തിൽ അറ്റ്ലാന്റിസ് സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, മനുഷ്യരാശിയുടെ പൂർവ്വ ചരിത്രം, പുരാതന ഈജിപ്ഷ്യൻ മാന്ത്രികതയുടെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയിരിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. പല പുരാവസ്തു ഗവേഷകരും ഇത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഈജിപ്ഷ്യൻ സർക്കാർ ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാതിൽ തുറക്കുന്നത് സ്ഫിൻക്സിന്റെ ഘടനയ്ക്ക് കേടുപാടുകൾ വരുത്തും എന്ന ഔദ്യോഗിക വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. എന്നാൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായതോ അല്ലെങ്കിൽ സാംസ്കാരികപരമായതോ ആയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയമുണർത്തുന്നു. ഈ അടഞ്ഞ വാതിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അജ്ഞാതമായ ഒരു അധ്യായം മനുഷ്യരാശിക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു നിധിപ്പെട്ടിക്ക് തുല്യമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായം ഉണ്ടായിട്ടും ഈ വാതിലുകൾ ഇപ്പോഴും സ്പർശിക്കപ്പെടാതെ കിടക്കുന്നത് പുരാതന ഈജിപ്ഷ്യൻ രഹസ്യങ്ങളുടെ ഭയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അടുത്തത് ജപ്പാനിലെ ഹിമുറോ മാൻഷനിലെ ഐസ് വാതിൽ. ഏഷ്യൻ പ്രേതകഥകളുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ഹിമുറോ മാൻഷൻ എന്ന ഉപേക്ഷിക്കപ്പെട്ട ജപ്പാനീസ് ഭവനം. ഇതൊരു യഥാർത്ഥ സ്ഥലമാണോ അതോ പ്രാദേശിക ഐതിഹ്യം മാത്രമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ടെങ്കിലും ഈ കഥ ജപ്പാനീസ് ഫോക്ടോറിൽ ശക്തമായ വേരൂന്നിയ ഒന്നാണ്. ഈ മാൻഷൻ ഒരു കാലത്ത് ഒരു സമ്പന്ന കുടുംബത്തിന്റെ വകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെ സ്ട്രോങ്കുലേഷൻ റിച്വൽ എന്ന പേരിൽ വളരെ ഇരുണ്ടതും ക്രൂരവുമായ ഒരു ആചാരം നടന്നിരുന്നു. ദുഷ്ടശക്തികളെ അകറ്റാനായി വർഷത്തിലൊരിക്കൽ ഒരു യുവതിയെ തെരഞ്ഞെടുത്ത് അവളുടെ കൈകളും കാലുകളും കെട്ടിയിട്ട് ക്രൂരമായി കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിരുന്നു ഈ ആചാരത്തിന്റെ രീതി. ഇങ്ങനെ കൊല്ലുന്ന യുവതികളുടെ രക്തം ദുഷ്ടശക്തികൾക്കുള്ള വഴിപാടായി കരുതപ്പെട്ടിരുന്നു. ഒരു പ്രത്യേക വർഷം ഈ ആചാരം തെറ്റിപ്പോകുകയും തുടർന്ന് മാൻഷനിലെ എല്ലാവരും കൂട്ട ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ മാൻഷനിലെ ഒരു രഹസ്യമുറിയിലേക്ക് നയിക്കുന്ന ഒരു ഐസ് വാതിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വാതിൽ പുറത്തുനിന്ന് തണുപ്പുകൊണ്ട് മൂടിയിരിക്കും. ആചാരം നടന്ന സ്ഥലത്തേക്കും കൊല്ലപ്പെട്ടവരുടെ ആത്മാവുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തേക്കുമാണ് ഈ വാതിൽ തുറക്കുന്നത്. ഈ വാതിൽ ഇതുവരെ തുറന്നിട്ടില്ലെന്നതും തുറക്കാൻ ശ്രമിച്ചാൽ അതിക്രൂരമായ മരണം സംഭവിക്കുമെന്നും പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. ഹിമുറോ മാൻഷന്റെ കഥ ജപ്പാനിലെ ഒരു പ്രശസ്തമായ അർബൻ ലെജൻഡാണ്. ഈ കഥകളാണ് പ്രശസ്തമായ ഫാറ്റൽ ഫ്രെയിം എന്ന വീഡിയോ ഗെയിം സീരീസിന് പ്രചോദനമായത്. മാധ്യമ സ്വാധീനം കാരണം ഈ കഥകളാണ് വാതിലിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഈ വാതിൽ യാഥാർത്ഥ്യമാണെങ്കിൽ അത് ജപ്പാനിലെ ഇരുണ്ട ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായങ്ങളിലൊന്നിലേക്ക് വെളിച്ചം വീശിയേക്കാം. പലരും ഈ വാതിൽ തേടി മാൻഷനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആരും തന്നെ അതിനുള്ളിലെ രഹസ്യം പുറത്തു കൊണ്ടുവന്നിട്ടില്ല. ചിലർക്ക് അവിടെ ദുരൂഹമായ അനുഭവങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ഇവിടെയുള്ള ഭയം വാതിലിന്റെ കടുപ്പം കൊണ്ടല്ല,
മറിച്ച് അതിനുള്ളിലെ ഭയാനകമായ ഭൂതകാലത്തിന്റെ നിഴൽ കൊണ്ടാണ്. അവസാനമായി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ. കേരളത്തിലെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. 2011 ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വർണവും രത്നങ്ങളും പുരാവസ്തുക്കളും കണ്ടെത്തുകയുണ്ടായി. ക്ഷേത്രത്തിൽ എ മുതൽ എഫ് വരെ 6 പ്രധാന നിലവറകളാണുള്ളത്. അതിൽ നിലവറ ബി ആണ് മനുഷ്യൻ ഇന്നുവരെ തുറന്നിട്ടില്ലാത്ത വാതിൽ. നിലവറകളായ എ, സി, ഡി, ഇ, എഫ് എന്നിവ തുറന്ന് അതിലെ സമ്പത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ ബി നിലവറ തുറക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ഈ നിലവറ തുറക്കുന്നത് തടസ്സപ്പെടുത്തുന്ന പ്രധാന വാദം അത് സർപ്പബന്ധനം എന്ന പുരാതന ആചാരം ഉപയോഗിച്ച് അടച്ചിട്ടിരിക്കുന്നു എന്നതാണ്. വലിയൊരു സർപ്പത്തിന്റെ രൂപമുള്ള കട്ടിയുള്ള വാതിൽ ഇവിടെ കാണപ്പെടുന്നു. ഏതെങ്കിലും സാധാരണ മാർഗങ്ങൾ ഉപയോഗിച്ച് അത് തുറക്കാൻ ശ്രമിച്ചാൽ ക്ഷേത്രത്തിനും രാജ്യത്തിനും ദുരന്തമുണ്ടാകുമെന്നും വാതിൽ തുറക്കുന്നവർക്ക് മരണം സംഭവിക്കുമെന്നും ശക്തമായി വിശ്വസിക്കപ്പെടുന്നു. ഈ ഐതിഹ്യമനുസരിച്ച് ഈ വാതിൽ തുറക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേകതരം മന്ത്രോച്ചാരണത്തിലൂടെയാണ്. അതീവ ശക്തിയുള്ള ഒരു സിദ്ധൻ അഥവാ യോഗിക്ക് മാത്രമേ ഈ മന്ത്രങ്ങൾ അറിയൂ. ആധുനിക സാങ്കേതിക വിദ്യകളോ ശക്തികളോ ഉപയോഗിച്ച് ഇത് തുറക്കുന്നത് ശാപം ക്ഷണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം. നിലവറ എ തുറന്നപ്പോൾ 1,00,000 കോടിയിലധികം മൂല്യമുള്ള നിധിയാണ് കണ്ടെത്തിയത്. അതിനാൽ നിലവറ ബി അതിനേക്കാൾ വലുതും കൂടുതൽ നിധിശേഖരമുള്ളതുമാകാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ നിധിയേക്കാൾ പുരാതനമായ രഹസ്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്ന ശക്തിയുടെ സ്രോതസ്സോ ആകാം എന്നും കരുതുന്നവരുണ്ട്. ഇത് ഭയത്തിനും കാരണമാകുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ടുണ്ട്. വിശ്വാസികളുടെ ശക്തമായ വികാരം പരിഗണിച്ച് നിലവറ ബി തുറക്കുന്ന കാര്യത്തിൽ കോടതി കൂടുതൽ ശാസ്ത്രീയമായ സമീപനമാണ് തേടുന്നത്. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് ഈ അടഞ്ഞ വാതിൽ. ഇത് വെറുമൊരു നിധി സൂക്ഷിക്കുന്ന മുറിയല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി കേരളീയ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ലോകമെമ്പാടുമുള്ള ഈ 5 അടഞ്ഞ വാതിലുകൾ മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവന് നിഷേധിക്കപ്പെട്ടതിനെ തന്നെയാണ്. വത്തിക്കാനിലെ വാതിൽ അധികാരം നിലനിർത്താൻ, താജ്മഹലിലേത് ചരിത്രപരമായ വിവാദങ്ങൾ ഒഴിവാക്കാൻ, സ്ഫിൻക്സിലേത് പുരാതന രഹസ്യങ്ങളെ സംരക്ഷിക്കാൻ, ഹിമൂറോ മാൻഷനിലെ വാതിൽ ഭയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേത് വിശ്വാസത്തെ നിലനിർത്താൻ. ഓരോ അടഞ്ഞ വാതിലിന് പിന്നിലും ശക്തമായ ഒരു കാരണമുണ്ട്. ഈ വാതിലുകൾ തുറന്നാൽ ചരിത്രം വീണ്ടും എഴുതപ്പെട്ടേക്കാം, പുരാണങ്ങൾ യാഥാർത്ഥ്യമായേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ദുരന്തം സംഭവിച്ചേക്കാം. ഈ വാതിലുകൾ അടഞ്ഞു തന്നെ ഇരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിന് നല്ലതായിരിക്കാം. കാരണം ഈ രഹസ്യങ്ങൾ നിലനിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ആകാംക്ഷയും ഭാവനയും സജീവമായി തുടരുന്നത്. ഒരടഞ്ഞ വാതിൽ ഒരു തുറന്ന പുസ്തകത്തേക്കാൾ ആകർഷകമാണ്. കാരണം അതെന്നും പുതിയ സാധ്യതകൾക്ക് വഴി തുറന്നിടുന്നു.